ഇത് ഇങ്ങനെ ഇരുന്ന ഇമേജിനെ എങ്ങനെ ഞാൻ ഇതുപോലെ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സേവ് ഫ്രണ്ട്സിന് ചെയ്ത് കൊടുക്കാം. അത് പിക്സൽ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് കൊടുത്തതിന് ശേഷം ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഞാൻ തരുന്ന ഈ ഒരു ടൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിരിക്കണം, ശ്രദ്ധിക്കണം. ഓക്കെ, ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എവിടെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എവിടെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് താഴത്തെ ഓപ്ഷനിൽ നോക്കുവാണെങ്കിൽ ബ്ലെൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിനകത്തും കുറേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിലെല്ലാം ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് ആപ്റ്റായിട്ടൊരു ഇത് വരും, കണ്ടോ. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് സെറ്റിങ്സിൽ ഇതുപോലെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഓവർലേ, സാച്ചുറേഷൻ, ക്ലാരിറ്റി ഇതൊക്കെ ഉണ്ടായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു നല്ലൊരു ക്ലാരിറ്റി ആയിട്ട് വരും ആ ഫോട്ടോയ്ക്ക്. ദെൻ സേവ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് സ്റ്റിക്കർ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പോയി മൂവീസ് ക്രെഡിറ്റ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ക്രെഡിറ്റ് ടൈറ്റിലിൻ്റെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിലൊരിക്കലും ബ്ലാക്ക് നിങ്ങൾ സെലക്ട് ചെയ്യരുത്, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഫോട്ടോയ്ക്ക്. കാരണം ടൈറ്റിൽ വൈറ്റ് കളർ ആയതുകൊണ്ട് ബ്ലാക്ക് സെലക്ട് ചെയ്തത്. വൈറ്റ് കളർ ഉണ്ടായിരിക്കും, ആ വൈറ്റ് കളർ മാത്രം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അതും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ജസ്റ്റ് സൂം ഔട്ടോ സൂം ഇന്നോ ഒക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് സേവ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കാണുന്ന ഡെയിലി കിട്ടുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ലിങ്ക് ഞാൻ ബയോയിലും കൊടുത്തേക്കാം.